നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ വീഡിയോയ്ക്ക് കിടക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന +1 കൊമേഴ്സിലത്തെ 5ാമത്തെ ചാപ്റ്റർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ 5ാമത്തെ ചാപ്റ്റർ, ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അതാണ് ഇന്ന് പറയുന്നത്. ആദ്യത്തെ കീ കൺസെപ്റ്റ് നമ്മൾ നോക്കാം. ബുക്കിൽ ക്ലിയർ അല്ല. ഒന്നാമത്തെ കൺസെപ്റ്റ് ഓഫ് ഡാറ്റ ടൈപ്പ്, പിന്നെ C++ ഡാറ്റ ടൈപ്സ് എന്താണെന്ന് പറയണം. ഇതിൻ്റെ കൺസെപ്റ്റാണ്. പിന്നെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എന്താണെന്ന് ഈ പാഠത്തിൽ പറയുന്നുണ്ട്. വേരിയബിൾസ്, പിന്നെ ഓപ്പറേറ്റേഴ്സ് പറയുന്നുണ്ട്. ഓപ്പറേറ്റേഴ്സിൽ അരിത്മെറ്റിക്, റിലേഷണൽ, ലോജിക്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, അസൈൻമെൻറ്റ്, ഇത് 5 കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എക്സ്പ്രഷൻ, അരിത്മെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ, എക്സ്പ്രഷൻ, ഇതിനെ കുറിച്ച് പറയുന്ന എക്സ്പ്രഷനിൽ. പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് ഈ പാഠത്തിലുള്ള ഡാറ്റ ടൈപ്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ഈ പാഠത്തിലേക്ക് കിടക്കാം. ഡാറ്റ ടൈപ്സ് പറഞ്ഞാൽ ദ നേച്ചർ ഓഫ് ഡാറ്റ ഈസ് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് specifies the nature of data we have to store. C++ ഡാറ്റ ടൈപ്സ്. C++ ഡാറ്റ ടൈപ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ എല്ലാതും ഒന്നിൽ ചെയ്യുമല്ലാതും അതിന് 3 ആക്കിയിട്ടുണ്ട് ഡാറ്റകളെ. C++ ഡാറ്റ ടൈപ്സിനെ ഒന്ന് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഫസ്റ്റ് ഈ ഫ്ലോ ചാർട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓരോന്നിനെ കുറിച്ച് പറയാം. അതിൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിൻ്റെ ഒന്നും പറയാനൊന്നുമില്ല. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിന് പറയാമല്ലോ. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനെ 3 ആക്കിയിട്ടുണ്ട്. അതിന് 2 ആക്കിയിട്ടുണ്ട്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്സ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡാറ്റ ടൈപ്സ്. അതിൽ ഇൻറ്റീജേഴ്സിന് 2 ആക്കിയിട്ടുണ്ട്. ഇൻറ്റ്, ചെയർ. പിന്നെ 0 ആണെങ്കിൽ വോയിഡ്. പിന്നെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഡാറ്റ ടൈപ്സിലാണ് ഫ്ലോട്ട്, ഡബിൾ. Fundamental data types. It is also called built-in data type. They are int, char, float, double and void. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡാറ്റ ടൈപ്സ്. അതിൽ ഇൻറ്റ് ഡാറ്റ ടൈപ്സ് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ whole numbers without a fractional. Therefore, it can be either positive or negative. It consumes 2 byte memory. ഇതിൽ 2 ബൈറ്റ് മെമ്മറിയാണ്, 16 ബിറ്റ്സ്. ദ റേഞ്ച് -32,768 മുതൽ +32,767 വരെ. അതാണ് സ്പേസ് റേഞ്ച് അതിൻ്റെ. പിന്നെ അടുത്ത ഡാറ്റ ടൈപ്പ് ചെയർ ഡാറ്റ ടൈപ്സിൽ, ചെയറിലുള്ള ഇറ്റ് വിൽ സ്റ്റോർ എനി സിമ്പിൾ ഫ്രം ദ കീബോർഡ്. ഇറ്റ് കൺസ്യൂംസ് 1 ബൈറ്റ് മെമ്മറി. ഇതൊരു 1 ബൈറ്റ് മെമ്മറിയാണ്. അതൊക്കെ തന്നെ 256 ആസ്കി ക്യാരക്ടേഴ്സ് ഇതിൽ കൊള്ളും. നമ്മൾ ആസ്കിയെ കുറിച്ച് മുന്നത്തെ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. പിന്നെ ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്സ്, അത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ റിയൽ നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പോയിൻറ്റ് നമ്പേഴ്സിനെ ഇതാക്കണ്ടാണ് ഫ്ലോട്ടിങ്. ഇറ്റ് കൺസ്യൂം 4 ബൈറ്റ് മെമ്മറിയാണ്. 4 ബൈറ്റാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ. പിന്നെ ലാസ്റ്റ് അല്ല, ഡബിൾ ഡാറ്റ ടൈപ്പ്. ഇറ്റ് യൂസ്ഡ് ടു സ്റ്റോർ വെരി ലാർജ് റിയൽ നമ്പേഴ്സ്. ഇത് കുറേ നമ്പേഴ്സിനെ ഉണ്ടെങ്കിൽ ഡാറ്റ കൊള്ളിക്കാനുള്ള, സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ഇറ്റ് കൺസ്യൂം 8 ബൈറ്റ് മെമ്മറി. ഫ്ലോട്ടിൻ്റെ ഇരട്ടിയാണ് ഏറ്റവും വലുത്. യൂണിക്കോഡ് അങ്ങനെ അതൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട അത് അത്രയ്ക്ക് കൊള്ളാവുന്നതാണ്. 8 ബൈറ്റാണ്. പിന്നെ വോയിഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ വോയിഡ് 0 ആണ്, നെറ്റിംഗ്. ഇത് യൂസ് ടു റെപ്രസെൻ്റ് എ ഫങ്ഷണൽ റിട്ടേൺസ് നെറ്റിംഗ്. ഇത്രയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ C++ ഡാറ്റ ടൈപ്സിൽ 3 ഉണ്ട്. ഫണ്ടമെൻ്റൽ, യൂസർ ഡിഫൈൻ, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. അതിൽ ഫണ്ടമെൻ്റലാണ് ഇതിലുള്ളൂ. പിന്നെ ബാക്കിയുള്ള 2 ചെറുതായിട്ട് ഒന്ന് എന്താന്ന് പറയുന്നുണ്ട്. യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ C+ allows programmers to define their own data type. They are structured
enumeration യൂണിയൻ ക്ലാസ്. അങ്ങനെ യൂസർ ഡിഫൈൻ ചെയ്യണതാണ് ക്ലാസ് അങ്ങനത്തെ ഇതൊക്കെ. പിന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ദ ഡാറ്റ ടൈപ്സ് ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ആർ കോൾഡ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൽ വേർതിരിഞ്ഞ് വന്നാണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ദർ അറേസ്, പോയിൻറ്റേഴ്സ്, ഫങ്ഷൻസ്. അറേനെ കുറിച്ച് നമുക്ക് +2 പഠിക്കാണ്ട് ഫങ്ഷൻസ് ഒക്കെ. വേരിയബിൾസ് ആണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വേരിയബിൾസാണ് പഠിക്കാനുള്ളത്. വേരിയബിൾസ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഇത്തിരി പറഞ്ഞാണ്. അത് വിശദമായിട്ട് ഈ പാഠത്തിലുണ്ട്. വേരിയബിൾസ് പറഞ്ഞാൽ ദ നെയിംഡ് മെമ്മറി ലൊക്കേഷൻ ആർ കോൾഡ് വേരിയബിൾസ്. മെമ്മറി ലൊക്കേഷൻസിനെ പറയണതാണ് വേരിയബിൾസ്. വേരിയബിൾ നെയിം. ഈ വേരിയബിൾ ഷുഡ് ഹാവ് എ നെയിം. ഒരു നെയിമിലാണ് അറിയപ്പെടുക. മെമ്മറി അഡ്രസ്സ്. എല്ലാത്തിനും ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും. കുറേ ഒരു അഡ്രസ്സ് ഉണ്ട്. അതൊക്കെ +2 കണ്ടൻറ്റ്. ഇതൊക്കെ തന്നെയാണ് വേരിയബിൾസ് മനസ്സിലുള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ അടുത്ത ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ഈസ് എ സിമ്പിൾ ദാറ്റ് പെർഫോം എ ഓപ്പറേഷൻ. പിന്നെ ദ ഡാറ്റ ഓൺ വിച്ച് ഓപ്പറേഷൻ ആർ carried out are called operands. ഓപ്പറേറ്ററും ഓപ്പറൻസ് എന്താണെന്നാണ് പറയുന്നത്, അത് പഠിക്കണം. നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റർ 5 തരമാണ് മെയിനായിട്ട്. അരിതമാറ്റിക്, റിലേഷണൽ, ലോജിക്കൽ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, അസൈൻമെൻറ്റ്. ഈ 5 തരം ഓപ്പറേറ്റേഴ്സാണ്. പിന്നെ അതിനെക്കുറിച്ച് പറയാം. അതിൽ പിന്നെയുണ്ട് കുറേ ഓപ്പറേറ്റർ. പക്ഷെ അതിൻ്റെ ഉള്ളിലായിട്ട് വരണം. പക്ഷേ യൂണറി ഓപ്പറേറ്റർ എന്താ പഠിക്കുക. യൂണറി ഓപ്പറേറ്റർ ഓപ്പറൻസ് ഓൺ എ സിംഗിൾ ഓപ്പറൻറ്റ്. യൂണറി ഓപ്പറേറ്റേഴ്സ് ആർ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്. പോസിറ്റീവും ഡിക്രിമെൻറ്റ് മൈനസ് നെഗറ്റീവൊക്കെ ഉള്ള യൂണറി ഓപ്പറേറ്ററാണ്. പിന്നെ ബൈനറി രണ്ടെണ്ണം. ബൈനറി ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ഓൺ 2 ഓപ്പറൻസ്. 2 ഓപ്പറൻസ് ഉണ്ട്. ബൈനറി ഓപ്പറേറ്റർ ആർ അരിതമാറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ. ഈ 3 ബൈനറി ഓപ്പറേറ്ററാണ്. യൂണറി പറഞ്ഞാൽ ഒറ്റൊന്നുള്ളത്, ബൈനറി പറഞ്ഞാൽ 2 ഈ ബൈനറിയിലാണ് 3 അരിതമാറ്റിക്, റിലേഷണൽ, ലോജിക്കൽ. ഇതൊക്കെ ഇതിൽ പറഞ്ഞാണ്. പിന്നെ അതൊക്കെ ഈ 3 എന്താണെന്ന് പറയുന്നുണ്ട്. അതാണ് ഇത്ര മെയിൻ. പിന്നെ ടെർമിനൽ ഓപ്പറേറ്റർ. അതിങ്ങനെ 3 ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ അരിതമാറ്റിക്, ലോജിക്ക്, ഇൻപുട്ട്, അതൊക്കെ ഓപ്പറേറ്ററൊക്കെ. പിന്നെ ടെർമിനൽ ഓപ്പറേറ്റർ പറഞ്ഞാൽ 3 ഓപ്പറൻസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് കണ്ടീഷണൽ ഓപ്പറേറ്റർ, അതിനിതാണ് ചോദ്യചിഹ്നം അങ്ങനത്തെ. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. അരിതമാറ്റിക് ഓപ്പറേറ്റർ ഇറ്റ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം അഡീഷണൽ, സബ്സ്ക്രിപ്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മോഡുലസ് ഓപ്പറേഷൻ. ഇതൊക്കെ അരിതമാറ്റിക് ഓപ്പറേഷൻ എക്സാമ്പിളാണ്. പ്ലസ്, മൈനസ്, പിന്നെ ഇൻറ്റു, ഹരിക്കണം, പിന്നെ മോഡുലർ, ശതമാനം. ഇതൊക്കെ അരിതമാറ്റിക് ഓപ്പറേറ്ററാണ്. ഇതൊരു ബൈനറി ഓപ്പറേറ്ററാണെന്ന് മുന്നേ പറഞ്ഞു. പിന്നെ ഇൻപുട്ട് എക്സ്ട്രാക്ഷൻ, ഔട്ട്പുട്ട്. ഇൻപുട്ട് കാരണം ഇങ്ങോട്ട്, ഔട്ട്പുട്ട് കാരണം ഇങ്ങോട്ടാണ് ചിഹ്നം. അതൊക്കെ +2 പഠിക്കും. ഓപ്പറേഷൻ യൂസ്ഡ് ഇൻപുട്ട്. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റർ ഇറ്റ് ഈസ് ബൈനറി ഓപ്പറേറ്റർ. ഇത് കുറച്ചും പറഞ്ഞു ബൈനറി ഓപ്പറേറ്ററാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം കൺവേർഷൻ ഓഫ് റിലേഷണൽ ഓപ്പറേറ്റർ ബിറ്റ്വീൻ 2 values and it give either true or false. ഇതിൽ പറഞ്ഞ ട്രൂ ആണോ ഫാൾസ് ആണോ. 0, 1. ട്രൂ ആണെങ്കിൽ 1, ഫാൾസ് ആണെങ്കിൽ 0. ദ ഓപ്പറേറ്റേഴ്സ് ആർ ഇതാണ് എക്സാമ്പിള്. ചിഹ്നം ഔട്ട്പുട്ട് എന്നൊക്കെ കാണിച്ചില്ല. അത് 2 ഇത് ഇങ്ങനെ കാണിക്കുക. =. പിന്നെ അടുത്ത ലോജിക്കൽ ഓപ്പറേറ്റർ. ദർ ആൻഡ് ഹെർ, ആൻഡ്, ഓർ, ഇതൊക്കെ ബൈനറി. ഇതൊക്കെ ലോജിക്കൽ ഓപ്പറേറ്ററാണ്. ഇതൊരു ബൈനറി ഓപ്പറേറ്ററും കൂടിയാണ് പറഞ്ഞു. നോട്ട്, ഇതൊക്കെ
അതിൻ്റെ സിമ്പിൾസ് ആണ്. ഇറ്റ് ഈസ് യൂസ് ടു കമ്പൈൻ റിലേഷണൽ ഓപ്പറേഷൻ ആൻഡ് ഗിവ് എയ്തർ ട്രൂ ഓർ ഫാൾസ്. ഇതിലും ഇങ്ങനെയാണ് ട്രൂ ആണ് ഫാൾസ് ആണോ എന്നാണ് നോക്കണം. ഇതൊരു ബൈനറി ആണ് പറഞ്ഞാണോ. പിന്നെ അടുത്ത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് എ ternary ഓപ്പറേറ്റർ. ഇത് 3 ഓപ്പറൻസ് ഉള്ള ഓപ്പറേറ്ററാണ്. ഇറ്റ് നീഡ് 3 ഓപ്പറൻസ്. നമ്മൾ പറഞ്ഞ 3 ഓപ്പറൻസ് ഉണ്ട് പറഞ്ഞു. The operator is the example if x is equal to 10 and y is equal to 3, then the x greater than y is equal to C out. ഇതാണ് നോക്കിയിട്ടുണ്ടോ. ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എക്സ് 2 കുത്ത് കൗട്ട് സി ഔട്ട് ഔട്ട്പുട്ട് വൈ. ഇങ്ങനെയാണ് ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ കണ്ടീഷൻ ഓപ്പറേറ്റർ. ഇതൊരു ടേർണറി ആണ്. സൈസ് ഓഫ് ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് അല്ല അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. ഇതും അങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്നാലും പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ വാല്യൂ ഓർ റൈറ്റ് സൈഡ് ടു ദ ലെഫ്റ്റ് സൈഡ് വേരിയബിൾ. ദ എക്സാമ്പിൾ ആയിട്ട് എക്സ് ഈസ് ഈക്വൽ ടു 5 where the value 5 is assigned to the variable എക്സിന്. ഇത് അസൈൻ പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന് എന്താ പറയുക 5 ഈ ഈസിക്കൽ ടു എന്നുള്ളത് ഒരു ഓപ്പറൻ്റാണ്. എക്സ് എന്നുള്ളൊരു വേരിയബിളാണ്. അതിനൊരു അസൈൻ ചെയ്യാൻ ഒരു വാല്യൂ 5. ഇതിന് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പറഞ്ഞ് ഒരു വേരിയബിളിന് ഒരു വാല്യൂ ആഡ് ചെയ്യുക അസൈൻമെൻറ്റ്. ഇത് അങ്ങനെ ചോദിക്കുന്നില്ല. പിന്നെ എക്സ്പ്രഷനെ കുറിച്ചാണ്. എക്സ്പ്രഷൻ അത് ഇതിലുള്ള വേറെ കീ ടേംസ് ആണ്. ഇറ്റ് ഈസ് composed of operator and operands. ഇറ്റ് ഈസ് അതിൽ എക്സ്പ്രഷനിൽ 3 ഉണ്ട് പറഞ്ഞാൽ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ, റിലേഷണൽ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഒന്ന് ചെറുതായിട്ട് വായിച്ചു പോകാമെന്ന് അത്രയേ ഉള്ളൂ. പിന്നെ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് പറഞ്ഞാൽ കുറച്ച് മുമ്പ് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റിലാണ് വേരിയബിളിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ കാസ്കേഡിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഇതെന്ത് നോക്കിപ്പോയാൽ പഠിക്കാനുള്ളൂ. ഇതങ്ങനെ പറഞ്ഞ് ഇതാക്കണമെന്നല്ല. കാസ്കേഡിങ് പറഞ്ഞാൽ ഈ എക്സാമ്പിൾ വെച്ചാണ് മനസ്സിലാവുന്നതുള്ളൂ. ഇൻപുട്ട് ഔട്ട്പുട്ട് പറയുമ്പോൾ ഇത് രണ്ടും കൂടിയും കൂട്ടിയിട്ട് എഴുതാവുന്നതാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ വീഡിയോ കഴിഞ്ഞു. താങ്ക് യു.